വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് പ്രാദേശിക സമൂഹത്തെ തിരിച്ചറിയാനും രക്ഷിതാക്കളെ മനസ്സിലാക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നു എന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ എന്താണ് നേടേണ്ടത് എന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, നമ്മുടെ ലോക രാഷ്ട്ര നേതാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതികളും അക്രമങ്ങളും, ഏറ്റവും ഒടുവിലായി നമ്മൾ ജിഫ്രി എപ്സ്റ്റീൻ്റെ മെസ്സേജുകളുടെ പേജുകൾ പുറത്തു വന്നപ്പോൾ ലോകരാഷ്ട്ര നേതാക്കളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾ നമ്മൾ അറിയുകയാണ്. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഒക്കെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും അവരെ കറിവെച്ച് തിന്നുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് മനുഷ്യൻ തന്നെ അധപ്പതിച്ചു പോകുന്ന ഒരു കാലമാണ് നമ്മൾ കാണുന്നത്. ജാഫർ ഇബ്നു അബീ താലിബ് എന്ന് പറയുന്ന പ്രവാചകൻ്റെ ഒരു സഖാബ് അബിസീനിയൻ ചക്രവർത്തിയായിട്ടുള്ള നേഗസ് ചക്രവർത്തിയുടെ അടുത്തേക്ക് അഭയം തേടി ചെന്നപ്പോൾ ആ കാലഘട്ടത്തെ വിവരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സദസ്സിൽ അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, ഞങ്ങൾ കള്ളുകുടിയന്മാരായിരുന്നു, പെണ്ണുപിടിയന്മാരായിരുന്നു, ബന്ധം വിച്ഛേദിക്കുന്നവരായിരുന്നു, അയൽപക്ക ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല, കുടുംബ ബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, യഅ്കുലു മിന്നൽ ഖവിയ്യു അൽ-ലഈഫ, ഞങ്ങളിൽ നിന്നുള്ള ശക്തൻ ദുർബലനെ തിന്നുമായിരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ആ ജാഹിലിയ കാലഘട്ടം, നഹ്നു ഖൗമുൻ അഹ്ലു ജാഹിലിയ എന്നാണ് ആ പ്രസംഗത്തിൻ്റെ ആമുഖം തന്നെ. ഞങ്ങൾ വിവരം കെട്ട ഒരു ജനതയായിരുന്നു. ആ വിവരം കെട്ട ജനതയുടെ അതേ സ്വഭാവത്തിലേക്ക് അറിവുള്ള ആളുകൾ മാറിയിരിക്കുകയാണ്. തിരിച്ചറിവില്ലാത്ത ഒരു ലോകമായിരിക്കുകയാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ വേദഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിലുള്ള ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, സിക്താണ്ഡത്തിൽ നിന്ന് പടിപടിയായി നിന്നെ സംരക്ഷിച്ച് പരിപാലിച്ചു വളർത്തിയിട്ടുള്ള നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കുക. വായന എപ്പോഴും തന്നെ ദൈവവുമായി കൂട്ടിവെക്കേണ്ടതുണ്ട് എന്നാണ് അത് പറയുന്നത്. ഒരു ശാസ്ത്രീയ സത്യം ഉദ്ഘോഷിച്ചുകൊണ്ടാണ്, ജീവശാസ്ത്രപരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ കാര്യം പറയുന്നത്. ദൈവവുമായി ബന്ധപ്പെടുത്താത്ത വിദ്യാഭ്യാസം, നമ്മുടെ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ യാഥാർത്ഥ്യം അതായിരുന്നു. തുടർന്ന് നമ്മുടെ രാജ്യത്ത് പല വിദ്യാഭ്യാസ കമ്മീഷനുകളും വന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ, അതേപോലെ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൻ്റെ, ഡോക്ടർ രാധാകൃഷ്ണൻ്റെ, ഇവരുടെയൊക്കെ തന്നെ അധ്യാപനത്തിൽ നമ്മൾ മൂല്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരുന്നു കണ്ടിരുന്നത്. അന്ന് വേദങ്ങളിൽ നിന്നുള്ള അധ്യാപനങ്ങളും മഹത്തായ കഥകളുമൊക്കെ തന്നെ കൈമാറ്റം ചെയ്തിരുന്നു. ഇന്ന് പണമുണ്ടാക്കണം എന്ന ഒരൊറ്റ ധാരണയാണ്. കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ, കിട്ടും പണമെങ്കിൽ ഇപ്പോൾ മനുഷ്യർക്ക് ദുഷ്ടത കാട്ടുവാൻ ഒട്ടും മടിയില്ല, പണമുണ്ടാവണം, അതിന് എന്തും ചെയ്യുക എന്നുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ പോസ്റ്റ് ട്രൂത്ത്, സത്യാനന്തര കാലഘട്ടമാണ്. സത്യം എന്നതൊന്ന് വേണ്ട, നീതി എന്നത് വേണ്ട. അധികാരത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി എന്ത് വർഗീയതയും വിഭാഗീയതയും വെറുപ്പും വിഭജിക്കലും ഭിന്നിപ്പിക്കലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വംശീയതയാണ് എന്നാൽ യഥാർത്ഥത്തിൽ പാശ്ചാത്യ ലോകത്തിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ തന്നെ മുദ്രാവാക്യം. നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് വന്നാലും വംശീയത ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കുക എന്നതാണ് വിദ്യാഭ്യാസം. മനുഷ്യനാവുന്നില്ലെങ്കിൽ എന്ത് പ്രയോജനം? മൃഗങ്ങളെപ്പോലെ അവൻ അധപ്പതിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ കടിച്ചു കീറി കൊന്ന് തിന്നുന്നത് പോലെ നമ്മുടെ തലസ്ഥാനത്ത്, നമ്മുടെ ദേശീയ തലസ്ഥാനത്ത് ഒരു ദിവസം 800 പേരെയാണ് കാണാതെയായത്. ആ 800 പേരിൽ അധികവും പെൺകുട്ടികളാണ് എന്നാണ് പറയുന്നത്. കൗമാരക്കാരും കൗമാരക്കാരികളുമായിട്ടുള്ള ആളുകളെയാണ് കാണാതെയാവുന്നത്. എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യവൽക്കരണത്തിലേക്ക്, ആത്മീയതയുമായി അതിനെ ബന്ധപ്പെടുത്തുന്നതിലേക്ക് നമ്മൾ തിരിച്ചു പോവേണ്ടത്. അതുകൊണ്ട് രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചുങ്ങളെ വളർത്തുന്നതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യ കുഞ്ഞുങ്ങളായി, മനുഷ്യരായി, നീതിബോധമുള്ളവരായി, സ്വാർത്ഥതയില്ലാത്തവരായി, വിനയമുള്ളവരായി, അഹന്തയില്ലാത്തവരായി അവരെ നമ്മൾ വളർത്തണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖം കാണാൻ നമുക്ക് അവസരമുണ്ടാവണം. കുഞ്ഞുണ്ണി മാഷ് പാടിയതുപോലെ, എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം
എല്ലാം ഒന്നിലായിരിക്കുന്നു, തന്നിലായിരിക്കുന്നു. അങ്ങനെ എല്ലാവരും തന്നിലേക്ക് ചുരുങ്ങി ഒരു ഫോണുമായി സ്വന്തം ഇരുന്ന് എല്ലാ കാര്യങ്ങളും അതിലൂടെ ചർച്ച ചെയ്ത് നമുക്ക് പല മൂല്യങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൈമാറ്റം ചെയ്യേണ്ടത് എന്താണ് എന്ന്, എന്ത് വൃത്തികേടുകളും അന്തക്കേടുകളും നമ്മുടെ ഫോണിലേക്ക് വന്നാൽ അത് സത്യമാണോ അസത്യമാണോ എന്ന് നോക്കാതെ നമ്മൾ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ, നമ്മളുടെ തീറ്റ സംസ്കാരത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, രക്ഷകർത്താക്കളെ, നമ്മളുടെ കുട്ടികളെ മൂല്യവത്തായ ഒരു ജീവിതം പഠിപ്പിക്കുക, പെരുമാറാൻ പഠിപ്പിക്കുക, അതുപോലെ തന്നെ യഥാർത്ഥ പഠനം പഠിപ്പിക്കുക. അങ്ങനെ മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കുന്ന ഒരു സമൂഹമായി മാറിയാൽ ആ സമൂഹത്തിന് വലിയ വിജയമുണ്ടാവും എന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടും. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നമ്മുടെ ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൂക്കർ മാഷാണ് നിർവഹിക്കുന്നത്. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അബ്ദുള്ള ഹസൻ അവറുകളെ, പ്രിയപ്പെട്ട ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള വീരാൻകുട്ടി സാഹിബ്, ബഹിജ റഫീഖ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയപ്പെട്ട സെലീന ഹസൻ, PV ഇബ്രാഹിം സാഹിബ്, കെ അബ്ദുൾ റഷീദ് സാഹിബ്, എനിക്ക് മുമ്പ് ഈ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാനും സമയത്ത് നൽകിയ ഒരു മെസ്സേജ് പ്രിയപ്പെട്ട ഖാദർ മാഷ്, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും. ഹിറ പബ്ലിക് സ്കൂളിൻ്റെ വാർഷികാഘോഷത്തിലാണ് നമ്മൾ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മക്കളെ ഏത് കലാലയത്തിലേക്കാണ് അയക്കേണ്ടത് എന്ന് രക്ഷിതാക്കൾ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം നമ്മളൊരു കലാലയം തിരഞ്ഞെടുക്കുമ്പോൾ ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം അതും നമ്മൾ കണ്ടെത്തണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ വിദ്യാഭ്യാസപരമായിട്ടും അതോടൊപ്പം സാംസ്കാരികമായിട്ടുമുള്ള ഒരു ചുറ്റുപാടിലായിരിക്കണം നമ്മുടെ മക്കൾ വളരേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ സൂചിപ്പിച്ചത് ഖാദർ മാഷ് വളരെ തൻ്റെ മക്കളെ ഏത് രീതിയിലേക്ക് എത്തിക്കണം, അതിൻ്റെ രക്ഷിതാക്കൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് പറയുകയുണ്ടായി. ഇത് തന്നെയാണ് നമ്മളൊരു സ്ഥാപനം തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കാലഘട്ടത്തിനനുസരിച്ച് അതോടൊപ്പം ക്വാളിറ്റി ഉള്ള വിദ്യാഭ്യാസമാണോ അവിടെ നൽകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയായിരിക്കണം നമ്മൾ സ്ഥാപനത്തെ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ പൊതുവെ പൊതുവിദ്യാലയത്തെയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും ഇന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കുമ്പോൾ ഇത്തരം വിദ്യാലയങ്ങളിൽ നമ്മൾ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഹിറ പബ്ലിക് സ്കൂളിനെ കുറിച്ച് എനിക്കറിയാം. ഞാൻ നേരത്തെ ഇവിടുത്തെ രക്ഷിതാവ് കൂടിയായിരുന്നു.
ഇവിടുത്തെ അച്ചടക്കവും അതുപോലെ തന്നെ ഇവിടെ നൽകുന്ന